മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരുന്നത് കടുത്ത ദുരനുഭവങ്ങളാകാം. കേരളത്തിലെ പ്രഥമ വൈദിക മിഷണറി രക്തസാക്ഷിയായ ഫാദർ ജെയിംസ് കോട്ടായിൽ എസ്.ജെയുടെ മരണം അങ്ങനെയൊരു ദുരനുഭവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. 52 വർഷം അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും സമൂഹം അവഗണിച്ച സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു. പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകയിലെ കോട്ടായിൽ ചാക്കോയുടെയും കുറവിലങ്ങാട് മാപ്പിളപ്പറമ്പിൽ മറിയത്തിന്റെയും പുത്രനായി 1915 നവംബർ 15-നാണ് ജനനം. ദൈവവിളി തിരിച്ചറിഞ്ഞ് ഒരു ഈശോസഭാ വൈദികനായി ബിറുവിലും ജഷ്പൂർ രൂപതയിലും മിഷൻ പ്രവർത്തനം നടത്തി. ജഷ്പൂരിൽ അസിസ്റ്റന്റ് വൈദികനായും വികാരിയായും സേവനമനുഷ്ഠിച്ചു. ശാന്ത സ്വഭാവക്കാരനായ അദ്ദേഹത്തെ ഏതു കാര്യത്തിനും ആർക്കും സമീപിക്കാമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് പാവപ്പെട്ട ആദിവാസി കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചത്, അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും ലഭിച്ചത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം കള്ളുകുടിച്ച് കളയാതെ സമ്പാദിക്കാൻ മുതിർന്ന യുവാക്കളെ അച്ഛൻ പഠിപ്പിച്ചു. ഇതാ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് കാരണമായി. നാടിന്റെ വികസനത്തിലേക്കാണ് ഇത് നയിച്ചത്. ബീഹാറിലെ റാഞ്ചിയിലുള്ള നവാട്ടാഡ് പള്ളിയിലും അദ്ദേഹം തന്റെ മിഷൻ പ്രവർത്തനങ്ങൾ തുടർന്നു. ആദിവാസികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതും പുരോഗമനമായി അവർ ചിന്തിക്കുന്നതും ജന്മികളെ ദിവസവും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇനിയും ആദിവാസികൾ വളർന്നാൽ അവരെ ഇനി തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിർത്താനാവില്ലെന്ന് മനസ്സിലായ ജന്മികൾ ഇതിന് കാരണക്കാരനായ ജെയിംസ് അച്ഛനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനായി അവർ വാടക കൊലയാളികൾക്ക് കൊട്ടേഷനും കൊടുത്തു. ഇതൊന്നും അറിയാതെ അച്ഛൻ പാവപ്പെട്ടവരുടെ കുടിലുകൾ കയറിയിറങ്ങുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 1967 ജൂലൈ 13 രാത്രി 9 മണിയായിട്ടുണ്ടാവും. മാന്യമായ വേഷം ധരിച്ച 2 യുവാക്കൾ ജെയിംസ് അച്ഛൻ്റെ വസതിയിലെത്തി. ദൂരയാത്രക്കിടയിൽ ക്ഷീണിതരായി വന്നതാണെന്നും കുടിക്കാൻ അല്പം വെള്ളവും കിടക്കാൻ ഒരിടവും തരണമെന്നും അവർ അപേക്ഷിച്ചു. വെള്ളം കുടിച്ച ശേഷം കിടക്കുന്നതിന് അച്ഛൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് അവർ പോയി. എന്നാൽ രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുവന്ന് വാതിലിൽ മുട്ടി. അതിഥികൾക്ക് എന്താണ് ആവശ്യമെന്നറിയാൻ ആകാംക്ഷയോടെ വാതിൽ തുറന്ന ഫാദർ ജെയിംസിനെ പെട്ടെന്നാണ് അവർ കടന്നാക്രമിച്ചത്. 13 തവണയാണ് അദ്ദേഹത്തെ അവർ കടാര കൊണ്ട് കുത്തിയത്. തറയിൽ രക്തക്കളം. അച്ഛൻ്റെ കരച്ചിൽ കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ബ്രദർ തോമസ് ഉറക്കമുണർന്ന് വേഗം കൂട്ടമണിയടിച്ചു. ആളുകൾ ഓടിക്കൂടി. അപ്പോഴേക്കും ആ ആക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. മണിശബ്ദം കേട്ട് ഓടിക്കൂടിയവർ അദ്ദേഹത്തെ ഒരു കട്ടിലിലെടുത്ത് ആ കട്ട പിടിച്ച ഇരുട്ടിലൂടെ 3 മൈൽ അകലെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഓടി. അവിടെ കിടന്ന ബസ്സിന്റെ ഡ്രൈവറെ ഉണർത്തി 7 മൈൽ അകലെയുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ രാത്രി 1:30 മണിക്ക് എത്തിച്ചു. പല ഡോക്ടർമാരും നഴ്സുമാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ മിഷണറിയുടെ ജീവൻ നിലനിർത്താനായില്ല. 70 മണിക്കൂർ വേദന സഹിച്ച ശേഷം ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ രക്തസാക്ഷി മകുടം ചൂടി അദ്ദേഹം യാത്രയായി. തന്റെ മരണത്തിന് കാരണക്കാരായവരോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ ധീര രക്തസാക്ഷി യാത്രയായത്. ജെയിംസ് അച്ഛൻ വികാരിയായിരുന്ന നവാട്ടാഡ് പള്ളിയിലെ 100 കണക്കിന് ഇടവകക്കാർ ശക്തമായ മഴയെ അവഗണിച്ച് വിലാപയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. മാണ്ടർ പള്ളിയുടെ സെമിത്തേരിയിലായിരുന്നു അദ്ദേഹത്തെ അടക്കം ചെയ്തത്. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ സഭ പരിപോഷിപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ തനിയാവർത്തനം അവിടെയും കണ്ടു. അക്രൈസ്തവർ മാത്രമുണ്ടായിരുന്ന റാഞ്ചിയിലെ ഈ പ്രദേശങ്ങളിൽ ഇന്ന് ധാരാളം ക്രൈസ്തവരുണ്ട്.